നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ പ്ലസ് ടു കെമിസ്ട്രി, ഹിൻസ്ബർഗ് ടെസ്റ്റ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീന് തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിന്റെ ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. ഓക്കെ, ഇതിൽ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും, ടെർഷറി അമീൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ C6H5SO2Cl അല്ലെങ്കിൽ ബെൻസീൻ റിംഗിൽ SO2Cl, അതിനെയാണ് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനെ നിങ്ങൾ ആദ്യം ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിനെ പ്രൈമറി അമീൻ, അവിടെ ഈഥൈൽ അമീൻ എടുത്താൽ ഞാൻ തിരിച്ച് നിങ്ങൾ C2H5NH2 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ തിരിച്ചെടുത്തു. C2H5 ഇങ്ങോട്ട് NH2 എന്ന് റിയാക്ഷൻ പറയുകയാണ്. കുട്ടികളെ ഇവിടെ ഒന്നുമില്ലടാ, ഈ ക്ലോറിൻ ഇല്ലേടാ മക്കളെ, ഈ ക്ലോറിൻ ഇവിടെ ഇവിടുത്തെ ഒരു ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് HCl ആയിട്ട് പുറത്തു. ബാക്കി പിന്നെ ഇവിടെ മിച്ചമുള്ളത് ആരടാ? C6H5. ബാക്കി ചേർത്ത് എഴുതടാ. ബാക്കി ഇനി ഇവിടെ മിച്ചം ആരടാ? NH. ബാക്കി ഇവിടെ മിച്ചം ആരുണ്ട്? C2H5. ഇതാണ് പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിൽ നൈട്രജന്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഇല്ലേ? അങ്ങനെ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഇവൻ അസിഡിക് ആണ്. അസിഡിക് ആയതുകൊണ്ട് ഈ കോമ്പൗണ്ട് സോലുബിൾ ഇൻ ആൽക്കലി. അതാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. അപ്പൊ പ്രൈമറി അമീനുമായിട്ട് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് അസിഡിക് ആണ്. അസിഡിക് ആയതുകൊണ്ട് അത് ആരിൽ സോലുബിൾ ആകും? ആൽക്കലിയിൽ സോലുബിൾ ആകും. എന്നാൽ നിങ്ങൾ സെക്കൻഡറി അമീൻ എടുത്തേ, C2H5 ടോയ്സ് NH എടുക്കുക, അത് ഇയാൾ റിയാക്ട് ഈ HCl പുറത്തു പോയി ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ എന്തില്ല? ഇവിടെ എന്തില്ല? അവിടെ ഹൈഡ്രജൻ ഇല്ല. നൈട്രജന്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് ഇത് ആരല്ല? അസിഡിക് അല്ല. അസിഡിക് അല്ലാത്തത് കൊണ്ട് എന്തിൽ സോലുബിൾ ആകില്ല? ആൽക്കലിയിൽ സോലുബിൾ ആകില്ല, ഇൻസോലുബിൾ. സോ സെക്കൻഡറി അമീൻ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് അസിഡിക് അല്ല. അതുകൊണ്ട് അവൻ ആരിൽ സോലുബിൾ ആകില്ല? ആൽക്കലിയിൽ സോലുബിൾ ആകില്ല. ഇനി ടെർഷറി അമീൻ ആണെങ്കിൽ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് നോ റിയാക്ഷൻ, ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഇതാണ് ഡിസ്റ്റിങ്വിഷൻ ടെസ്റ്റ്. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷറി അമീൻ. പ്രൈമറി അമീൻ റിയാക്ട് ചെയ്യും, കിട്ടുന്ന പ്രോഡക്റ്റ് അസിഡിക് ആണ്, സോലുബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമീൻ റിയാക്ട് ചെയ്യും, കിട്ടുന്ന പ്രോഡക്റ്റ് അസിഡിക് അല്ല, അതുകൊണ്ട് ആൽക്കലിയിൽ സോലുബിൾ ആകില്ല. ടെർഷറി അമീൻ ഹിൻസ്ബർഗ് റിയേജന്റുമായിട്ട് നോ റിയാക്ഷൻ. താങ്ക് യു. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. ബൈ.